ഹലോ എവരി വൺ, വെൽക്കം ടു സാൻക്രഷ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചട്ടിക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിത് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അളവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കല്ലേ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. ഫ്രഷ് ഇന്ത്യൻ ബീഫാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴുകിയതിന് ശേഷം 1 കിലോന് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന 1 കിലോനാണ്. അങ്ങനെ അത് ഈ ചട്ടിയിലേക്ക്, അത് വേവിക്കാൻ പാകത്തുള്ള ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് മാറ്റുക. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീഫ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ചുവന്നുള്ളി എടുക്കണം. ഈ ഒരു അളവിലെടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, അത് അങ്ങനെ ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുക്കണം. 12 പീസ് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ 1 കിലോ ബീഫിന്. അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി ആഡ് ചെയ്യണം. പച്ചമുളക് ഞാനിവിടെ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്, നടു കട്ട് ചെയ്തിട്ട്. ഒരു ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ പേസ്റ്റ് ആഡ് ചെയ്യാത്തത്. എല്ലാ വീഡിയോസിലും നമ്മൾ പേസ്റ്റെല്ലാം ഉപയോഗിക്കാറ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ അങ്ങനെ ഇട്ടേക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം 2 തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ചട്ടി ഞാനൊന്ന് മാറ്റും, ചട്ടി ചെറുതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യണത്. അപ്പോൾ ഞാൻ ചട്ടി മാറ്റുകയാണ്. ഒന്നുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റാവും നല്ലത്. കാരണം നന്നായിട്ട് മിക്സായിട്ട് വരണത്. ചട്ടി ഇവിടെ റെഡിയാണ്. ഞാനതൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമുക്ക് മസാലപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കിനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്യാം. മുളക് പൊടി ആവശ്യത്തിന് എടുത്താൽ മതി. ഞങ്ങളിവിടെ എടുത്തേക്കുന്നത് ഒരു 1.5 ടീസ്പൂണാണ്. അല്ലേ? അളിയനാണ് കേട്ടോ ഇതിൻ്റെ ഷെഫ്. ഞാൻ ജസ്റ്റ് ഒരു ക്യാമറമാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 1.5 ടീസ്പൂണ് മുളകും പൊടി ആഡ് ചെയ്തു. ഷെഫിൻ്റെ മുഖം ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ അളിയനാണ്. ഇനി എന്താ അളിയാ? കുരുമുളക് പൊടി ഒരു കുറച്ചിടുക, ഒരു 1/2 ടീസ്പൂൺ ഇടുക. അതിന് ശേഷം കറി മസാല ഒരു 1/4 ടീസ്പൂൺ ഇടുക. അതിന് ശേഷം നമുക്ക് ഉലുവ ഇടണം. പൊടി വേണമെന്നില്ല, ഉലുവ ഒരു 1/4 ടീസ്പൂണ് ആഡ് ചെയ്യാം. അതിന് ശേഷം പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യും. എന്നിട്ട് കുറച്ച് വെള്ളം അതൊന്ന് കുടഞ്ഞാൽ മതി. കുടഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നന്നായി മിക്സ് ചെയ്ത് വന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക, കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ കുറച്ച് വേപ്പിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ആയിക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. വെള്ളം അധികം ആഡ് ചെയ്യാൻ പാടില്ല, ഒന്നും നേരത്തെ കുടഞ്ഞില്ല, അത്ര തന്നെ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിന് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് ഇവിടെ. അലുമിനിയം ഫോയിൽ കൊണ്ടാണ് അത് കവർ ചെയ്യണത്. അപ്പോൾ ആവിയിൽ ഈ ബീഫ് വേവണം. നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ അത് അലുമിനിയം ഫോയിൽ കൊണ്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കനമുള്ള എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു പാൻ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് കുറച്ച് ഉള്ളി വാട്ടിയെടുക്കണം. അതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. 2 സവാള ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. പെട്ടെന്ന് വാടി കിട്ടും ഉപ്പിട്ട് കഴിഞ്ഞാൽ. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിന് ശേഷം കുറച്ച് മുളകും പൊടിയും കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് മതി, എരിവിനനുസരിച്ചിട്ടാൽ മതി. ഞാൻ നമ്മുടെ ബീഫ് ഓപ്പൺ ചെയ്യണം. നല്ല മണം വരുന്നുണ്ട്. അത് ഇതിൽ കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
അങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഞാൻ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തോന്നുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട്, മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ എന്തായാലും ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ. ഹൈവ കറക്റ്റ് വേവ്, കറക്റ്റ് പാകമാണ് കേട്ടോ. മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കൊരു കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാഫ് പീസ് ലെമണും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് അത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ട് വരും. കുറച്ച് നേരം വെക്കുക ഉണ്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ചട്ടിക്കറി റെഡിയാണ് കേട്ടോ. സംഭവം ഉഷാറായി വന്നിട്ടുണ്ട്, അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മൾ സംഭവം ഉഷാറായി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ലൊരു ടേസ്റ്റുള്ള ഒരു സംഭവം, ഒരു ബീഫ് ചട്ടിക്കറി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നും പറയാനില്ല, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ നമ്മുടെ ഷെഫ്, നമ്മുടെ അളിയൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ അളിയൻ. സംഭവം ഉഷാറായിട്ടുണ്ട് അളിയാ, പൊളിച്ച് അടിപൊളി.